കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴാട്ടോ ശ്രദ്ധയിൽപ്പെട്ടത് സൂര്യൻ താൻ ലീവെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെ നിൽക്കുന്ന കുറച്ച് പുല്ലുകൾ ചട്ടിയിലത്തെ പറിച്ച് കളഞ്ഞപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വരുന്നത്. വേഗം പോയി ഒരു മുരിഞ്ഞ ദോശ ഉണ്ടാക്കി തിന്നാന്ന് വിചാരിച്ചു. കുട്ടികൾക്കുണ്ടാക്കുന്ന സമയത്ത് ഞാൻ എനിക്കുള്ള ദോശ ഉണ്ടാക്കി വയ്ക്കാറില്ല കേട്ടോ, കാരണം പെട്ടെന്ന് തന്നെ തണുത്ത് പോകും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല. നല്ല മുരിഞ്ഞ ദോശ, ഒരിത്തിരി ടൊമാറ്റോ സോസും കുറച്ച് സവാളയും കുറച്ച് ഗീയൊക്കെ പുരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് ഒന്നും മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ ഒരു കറിയും വേണ്ട ആവശ്യവും വരില്ല കേട്ടോ. നല്ല ചൂട്ടോടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒരു കട്ടൻ ചായ എടുത്ത് കുറച്ച് നേരം ഫോണും നോക്കിയിരുന്ന് രണ്ട് ദോശയും കഴിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ലോകകാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അടുക്കളയിലത്തെ പണീനെ പറ്റി വീണ്ടും ഓർമ്മ വന്നത്. അപ്പോൾ രാവിലെ വെച്ച കറികളുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു. വേഗം കൊണ്ടുപോയി കമ്പോസ്റ്റിലിട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത മഴ വരുന്നതിന് മുന്നേ ആ പണി തീർക്കാമല്ലോ. അങ്ങനെ വേഗം കമ്പോസ്റ്റിലേക്ക് ഇട്ടു. ഒരു പിന്നെ നിറഞ്ഞു, ഒരു പിന്നെ നിറയാനിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഓർമ്മ വന്നത് എന്താ, നമ്മുടെ തലേദിവസം വന്ന കൊറിയർ. വേഗം പോയി കൊറിയർ പൊട്ടിച്ചു. കൊറിയർ പൊട്ടിക്കാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. വിദാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ചെടികൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ചെടിയല്ല, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ. നല്ല ആരോഗ്യമുള്ള തൈകളാണ്, ഫ്രൂട്ട്സ് ഉണ്ടായ തൈകളാണ്. ചേച്ചി ഇതിലെ പ്രത്യേകം താഴെ കുഴിച്ചിടേണ്ട ഭാഗം കൃത്യമായിട്ട് പേന കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഹെൽത്തി ആയിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുന്ന എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം തിങ്കളാഴ്ചയാണ് പാക്ക് ചെയ്ത് അയച്ചത്. പിന്നെ ഈ ഒരു ചീരയുടെ തൈകൾ വാങ്ങിച്ചു. ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ടായത് ഈ പേരത്തൈനെ പറ്റിയിട്ട് കേട്ടോ. ചേച്ചിയുടെ വീഡിയോസിൽ കാണുന്ന പേരത്തൈയിൽ ഉണ്ടായി നിൽക്കുന്ന പേരക്കായകളുടെ വലിപ്പം കാണുമ്പോൾ തന്നെ കൊതിയാവും. പക്ഷേ ഇത് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ പ്ലാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.